അല്ല ഗൈസ്, ബോക്സ് ഓഫീസ് ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പടമാണ് ആട് 3 അല്ലേ. ആട് 3 തിയേറ്ററിൽ പോയി കണ്ടു. ഞാൻ വിചാരിച്ചപ്പോഴുള്ളൊരു ഈ ആൾക്കാർ കൊടുക്കണ ഹൈപ്പിനുള്ളൊരു സാധനമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഗൈസ്. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോജിക്ക് വെച്ചിട്ട് ഒരു സിനിമേനെ നമ്മൾ കാണുന്ന ആ ഒരു ശൈലിയിൽ ഈ ആട് 3 എന്നുള്ള സിനിമ കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കിത് ഇതെന്തൊരു പടമാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായിരിക്കും. നമ്മൾ ആ ലോജിക്കിൻ്റെ സൈഡൊക്കെ വിട്ടിട്ട് ഒരു എൻ്റർടൈനർ എന്നുള്ള ലെവലിൽ ഈ ആട് 3 എന്നുള്ള മൂവീനെ കാണുകയാണെങ്കിൽ 2.5 മണിക്കൂർ 3 മണിക്കൂറിനടുത്തുള്ള ഒരു പടമാണ്. ആ പടം നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ള പോയിന്റ് നിലനിൽക്കെ തന്നെ എനിക്കതിലെ കോമഡികളൊന്നും ഒരുപക്ഷെ ആട് 1 ആട് 2 കണ്ടപ്പോൾ അതിൻ്റെ ഒരു വൈബിൽ ആ ഒരു ഇത് പോയതുകൊണ്ടായിരിക്കും തോന്നുന്നു നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. എനിക്ക് ആ സിനിമയിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്താ വെച്ചാൽ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 1790 ആ ഒരു കാലഘട്ടം, അതുപോലെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മൾ ക്ലബ് ചെയ്തിട്ട് ആ ഒരു കഥയിൽ സ്റ്റോറി ലൈനിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ഒരു മാസ്റ്റർ ക്ലാസ് ഒരു സംഭവം ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് വലിയ രസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ ത്രില്ലിംഗ് ആണ് ഒരു സംഗതിയാണ്. പിന്നെ സാത്താൻ സേവിയറിൻ്റെ ഇൻട്രോ കൊടുത്തത് സാത്താൻ സേവിയർ എന്നവിടെ മറ്റേ തീ കത്തണ രീതിയിൽ എഴുതി കാണിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതും ഭയങ്കര രസമായിട്ട് തോന്നി. അതുപോലെ സാത്താൻ സേവിയറിന് കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ട് ആ സിനിമയിൽ, അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേസ്. പിന്നെ വേറൊരു സമയം എന്ന് വെച്ചാൽ ഡ്യൂഡ് വിനായകൻ രസമുണ്ട്. വിനായകൻ അതിൽ മറ്റേ പാലം പൊട്ടിക്കണ സമയത്ത് വിനായകൻ അതിങ്ങനെ ഹെലികോപ്റ്ററിൽ മറ്റേ കയറിൽ റോപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കയറി വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നല്ല രസമായിട്ട് തോന്നി കേസ്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു സിനിമയിൽ. സ്ക്രിപ്റ്റിങ്, ഡ്യൂഡ്, സാത്താൻ സേവിയർ, ഈ 3 പേരാണ് ആ സിനിമയെ കൊണ്ടുപോയതായി തോന്നുന്നു. പിന്നെ ഷാജി പാപ്പൻ സംഭവം എന്താ വെച്ചാൽ അതിൽ വടംവലിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയൊന്നും ഇല്ല അതിൽ. അത് അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെ. പിന്നെ ഫുക്രുവിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതല്ല, ഒരു ടൈം ട്രാവലിങ്ങിൻ്റെ ഒരു എലമെൻ്റ് അതിൽ കൊണ്ടുവന്നതാണ് ആ ഒരു സ്ക്രിപ്റ്റിംഗ് അടിപൊളിയായിട്ട് അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് നമ്മളിങ്ങനെ പുതിയ ന്യൂജൻ ആളുകൾക്ക്, പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്രാഫ്റ്റാക്കിയിട്ട് ആ സാധനത്തിന് മാറ്റിയെടുക്കാൻ തിരക്കഥാകൃത്ത് സംവിധായകന് സാധിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു രസമായിട്ട് തോന്നിയത്. അല്ലാണ്ട് ആ സിനിമ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് അടിപൊളി സിനിമ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സംഗതിയല്ല കേസ്. നമുക്കൊരു എൻ്റർടൈനർ ആ ഒരു രീതിയിൽ അത് 3 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള രീതിയിലൊരു പടം മാത്രമായിട്ടാണ് എനിക്ക് ആട് 3 കണ്ടത്. ആട് 3യുടെ അവസാനം ഒരു ആട് 4 എന്നല്ല ആട് 3 പാർട്ട് 2 വാർ ബിഗിൻസ്, യുദ്ധത്തിൻ്റെ ഒരു സംഗതിയിലേക്ക് കൊണ്ടെത്തിച്ച് നിർത്തിയിട്ടുണ്ട് അവരത്. ഇതിൻ്റെ വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സീരിയസ് ആയിട്ട് ഈ സിനിമ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ളൊരവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ആ ഒരു കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് കേസ്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഒരേ സാധനം ഇങ്ങനെ കുറേ പാർട്ട് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയുടെ ആരാധകർക്ക് അതിങ്ങനെ എല്ലാ ടൈമിലും അതിങ്ങനെ അങ്ങോട്ട് വൈബ് ആവണമെന്ന് ഒരു ഉറപ്പില്ല, ഒരു നിർബന്ധമില്ല. ഓക്കെ, ആ ഒരു സംഗതിയാണ് ഇവിടെയും തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ എനിക്ക് ആ സിനിമ കാണണം, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണമെന്ന് തോന്നാനുള്ള ഓരോ കാരണങ്ങളെന്ന് വെച്ചാൽ ആട് 1 ഇറങ്ങിയിട്ട് അത് ഫ്ലോപ്പായിരുന്നു അല്ലേ. അത് വേണ്ട രീതിയിൽ ആ സമയത്ത് ക്ലിക്കായില്ല. പക്ഷേ പിന്നീട് എന്താ വെച്ചാൽ ടി വിയിലൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര്, യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് അത് കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അതായത് ഫ്ലോപ്പായിട്ടുള്ള ഒരു ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ വാല്യൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ക്വാളിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ആളുകൾ ഏറ്റെടുത്ത രീതി ഉണ്ടല്ലോ, ആ ടൈമിൽ വേണ്ട രീതിയിൽ വർക്കാവാത്ത ഒരു സംഗതിയെ പാർട്ട് 2 അതേപോലെ പാർട്ട് 3യിലേക്കും പാർട്ട് 3 പാർട്ട് 2 എന്നുള്ളൊരു രീതിയിലേക്ക്, പാർട്ട് 3യുടെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു ഇൻസ്പിറേഷനായിട്ടുള്ള ഒരു എലമെൻറ്റ്, അത് ഭയങ്കര രസമായിട്ട് തോന്നി കേസ്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് ആയിക്കോട്ടെ, പിന്നെ അതേപോലെ തന്നെ അശ്വിൻ കോക്കിൻ്റെ വീഡിയോസിലൊക്കെ ഭയങ്കരമായിട്ട് എന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടും ഞാൻ വിചാരിച്ചത് എന്താ ഇപ്പോൾ ഇതിന് മാത്രം എന്താ പോലുള്ള സംഗതി ഉള്ളതെന്ന്. അങ്ങനെ അവർ പറയാൻ മാത്രമുള്ള ഒരു സംഗതികളായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ സ്ക്രിപ്റ്റിംഗ് അതാണ് മെയിൻ സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഷാജി പാപ്പനൊന്നും പ്രത്യേകിച്ച് അതിലൊരു ഇതുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഷാജി പാപ്പനല്ല ഒരു തരത്തിൽ പറയണമെങ്കിൽ അത് കഥ കാര്യമായിട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡ്യൂഡും സാത്താൻ സേവിയറിനാണ് കൂടുതൽ ടൈം അവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ആട് 3 അതിൻ്റെ പാർട്ട് 2 വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അതെന്താവും എന്നറിയില്ല. പിന്നെ ഫുക്രുവിന് അവിടെ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തിനാ ഫുക്രുവിൻ്റെ അവിടെ റോൾ എന്താണെന്ന് മനസ്സിലാവില്ല. മറ്റവൻ്റെ അനിയനായിട്ടാണ് ഫുക്രു അതിൽ വരണത്. ഫുക്രുവിൻ്റെ കോമഡികളൊന്നും വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് തോന്നിയില്ല കേസ്. അവനെന്തോ
കുഴപ്പമില്ല. ഒരു തികച്ചും സ്വാഭാവികമായ രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനിനെ ഒരു ടൈം ട്രാവലിങ്ങിൻ്റെ ഒരു എലമെൻ്റ് കൂടി കൂട്ടിച്ചേർത്തിട്ട് അത് വേറൊരു വൈബിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അത് അടിപൊളിയായിട്ട് തോന്നി ഗൈസ്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഷാജി പാപ്പൻ ആ ടീം അവരുടെ ഒരു വൈബ് എനിക്കത് പ്രത്യേകിച്ച് സീരിയസ് ആയിട്ട് തോന്നിയില്ല. പിന്നെ അബു വരുന്ന അറക്കൽ അബു വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അബുവിനെ കാണിച്ച ഒരു രീതി അത് ഭയങ്കര രസമായിട്ട് തോന്നി. ആ സമയത്ത് ഞാൻ നല്ല രീതിയിൽ കൈയടിച്ച് ഗൈസ്, അടിപൊളി.